മലദ്വാരവുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ നമ്മുടെ ഇടയിൽ നിന്ന് കൂടിക്കൊണ്ട് വരുന്നുണ്ട്. ഏറ്റവും കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ പൈൽസ് നമ്മളിൽ പലരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ ഈ പൈൽസ് വരാതിരിക്കാൻ നമ്മൾ പ്രധാനമായിട്ട് ഫോളോ ചെയ്യേണ്ട 5 ടിപ്സുകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ഡോക്ടർ പ്രിയ, Q&D ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസറാണ്. പൈൽസ് അല്ലെങ്കിൽ മലദ്വാര സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ നമ്മുടെ ഇടയിൽ കൂടി വരാൻ കാരണം നമ്മുടെ ഒരു ജീവിതശൈലി തന്നെയാണ്. അപ്പോൾ ഈ ജീവിതശൈലിയിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ ഇരുന്നിട്ടുള്ള ജോലി അല്ലെങ്കിൽ പ്രത്യേകിച്ച് വ്യായാമം ഇല്ലാത്തൊരു ലൈഫ് സ്റ്റൈലൊക്കെ തന്നെയാണ് ഈ ഒരു പ്രശ്നത്തിലേക്ക് പോകുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട കാരണങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധമാണ് പ്രധാനമായിട്ട് നമുക്ക് പൈൽസ് ഉണ്ടാവാനുള്ള ബേസിക് ആയിട്ടുള്ള കാരണം. അപ്പോൾ ഈ കണ്ടിന്യൂസ് ആയിട്ടൊരു മലബന്ധം അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാൻ ഉള്ള ഒരു കാരണം നമ്മുടെ ഒരു ഫുഡ് ഹാബിറ്റ് തന്നെയായിരിക്കും. നമ്മുടെ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് നമ്മൾ ആവശ്യമുള്ള ന്യൂട്രിയൻസ് ഒക്കെ അബ്സോർവ് ചെയ്ത് ബാക്കി വരുന്ന വേസ്റ്റ് നോർമലി പുറത്തേക്ക് പുറന്തള്ളതാണ്. അതായത് നമ്മൾ പകൽ സമയത്ത് കഴിക്കുന്ന ഫുഡിൻ്റെ വേസ്റ്റ് വൈകുന്നേരവും രാത്രി കഴിക്കുന്ന ഫുഡിൻ്റെ വേസ്റ്റ് മോർണിംഗും പുറത്തേക്ക് ഫ്ലഷ് ഔട്ട് ചെയ്യുന്നത് ഒരു നോർമൽ പ്രോസസ്സാണ്. എപ്പോഴാണോ നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ ഒരു വേസ്റ്റ് കെട്ടിക്കിടക്കുന്നത് അന്ന് മുതലാണ് നമ്മളൊരു രോഗിയായി മാറുന്നത്. അപ്പോൾ ഈ കോൺസ്റ്റിപ്പേഷൻ ഓവർകം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള മെത്തേഡ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കോൺസ്റ്റിപ്പേഷൻ എങ്ങനെയാണ് ഉണ്ടാവുന്നത് നോക്കണം. നമ്മുടെ ഭക്ഷണ രീതിയായിരിക്കും നമ്മളെ മിക്കവാറും ഒരു മലബന്ധത്തിലേക്ക് പോകുന്നത്. ഒന്നാമത്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നാരടങ്ങിയിട്ടില്ലെങ്കിൽ, നാരെന്ന് പറയുമ്പോൾ 2 രീതിയിലുണ്ട്. ഒന്ന്, അത് സോളിബിൾ ഫൈബറും ഉണ്ട്, ഇൻസോളിബിൾ ഫൈബറും ഉണ്ട്. അത് ഫൈബർ ഏതും ആയിക്കോട്ടെ, പക്ഷെ നമുക്കത് മലശോധനയ്ക്ക് സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നാരടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ധാരാളമായി കഴിക്കുക. അപ്പോൾ നാരെന്ന് പറയുമ്പോൾ തവിടോട് കൂടിയിട്ടുള്ള എല്ലാ ധാന്യങ്ങളിലും നാരടങ്ങിയിട്ടുണ്ട്. പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, സീഡ്സ്, നട്ട്സ് ഇവയിലൊക്കെ നാരടങ്ങിയിട്ടുണ്ട്. ഈ ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കാത്തതും മറിച്ച് നാരില്ലാത്ത മത്സ്യവും മാംസവും അധികമായി കഴിക്കുന്നതും നോൺ വെജിറ്റേറിയൻ ഫുഡിലോട് കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നതുമാണ് നമുക്ക് പ്രധാനമായിട്ടും ഒരു ക്രോണിക് ആയിട്ടുള്ള ഒരു കോൺസ്റ്റിപ്പേഷനിലോട്ട് പോകുന്നത്. ക്രോണിക് ആയിട്ട് നിൽക്കുന്ന കോൺസ്റ്റിപ്പേഷൻ കാരണം നമ്മൾ ഒരുപാട് പ്രഷർ നമ്മുടെ ആ ഒരു പെൽവിക് ഏരിയയിൽ കൊടുക്കുമ്പോൾ അവിടെ നമുക്ക് പൈൽസ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ പൈൽസ് എന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ അമിതമായിട്ടുണ്ടാകുന്ന പ്രഷർ മൂലം ആ ഒരു ഏരിയ മലദ്വാരത്തിന് ചുറ്റും ഉണ്ടാകുന്ന ഏരിയയിലെ സിരകൾക്ക് അല്ലെങ്കിൽ വെയിൻസിന് ഉണ്ടാകുന്നതായ ഒരു ബൾജ് അല്ലെങ്കിൽ അതുമൂലം ഉണ്ടാകുന്ന പ്രൊലാപ്സിനെയൊക്കെയാണ് നമ്മൾ പൈൽസ് ആയിട്ട് പറയാറ്. അപ്പോൾ ഈ നീണ്ടു നിൽക്കുന്ന കോൺസ്റ്റിപ്പേഷൻ ഒരു കാരണമാണ്. അടുത്തൊരു കാരണം എന്ന് പറഞ്ഞാൽ അമിതവണ്ണമാണ്. നമുക്ക് ശരീരഭാരം കൂടുന്നു അല്ലെങ്കിൽ കുടവയറുണ്ടാകുന്നു. അത് നമുക്ക് പെൽവിക് ഏരിയയിൽ ഉണ്ടാക്കുന്ന ഒരു പ്രഷർ ഈ ഒരു പറഞ്ഞ കാര്യത്തിലൂടെ പോകാറുണ്ട്. മൂന്നാമതായി പറയുകയാണെങ്കിൽ വെള്ളം കുടിയുടെ അളവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ വേസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ കുടിക്കുന്നതിലെ വേസ്റ്റ് ഒക്കെ പുറത്തേക്ക് പുറന്നു പോകണമെങ്കിൽ നമുക്ക് ആവശ്യത്തിന് വെള്ളം നമ്മുടെ ശരീരത്തിൽ എത്തിക്കൊള്ളണം. അപ്പം നമ്മൾ വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് കുറയുമ്പോൾ നമ്മുടെ ശരീരം മൊത്തത്തിൽ ഡീഹൈഡ്രേറ്റഡ് ആവും അല്ലെങ്കിൽ ഡ്രൈ ആയിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ മലശോധന കറക്റ്റായിട്ട് നടക്കാതെയും അത് നമുക്ക് കോൺസ്റ്റിപ്പേഷനും അത് പിന്നീട് നമുക്ക് പൈൽസിലോട്ടും പോകാറുണ്ട്. ഇനി ഇത് കൂടാതെ തന്നെ വ്യായാമം വളരെ പ്രാധാന്യമാണ്. നമ്മുടെ ആ പെൽവിക് ഏരിയയിലുള്ള മസിൽസിനെയൊക്കെ ഒരു സപ്പോർട്ട് കൊടുക്കുക അല്ലെങ്കിൽ ആ ഒരു മസിൽസിന് സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിൽ ഉണ്ടായ വേസ്റ്റിനെ പുറത്തേക്ക് ഫ്ലഷ് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു മസിൽസിന് വേറെ ചലനമൊന്നും ഇല്ലാത്തൊരവസ്ഥ അല്ലെങ്കിൽ സെഡൻഡറി ആണെങ്കിൽ അവിടേക്ക് ഉണ്ടാകുന്ന ബ്ലഡ് സപ്ലൈ, നെർവ് സപ്ലൈ ഒക്കെ വീക്കായിരിക്കും. അതുമൂലവും നമുക്ക് പിന്നീട് ഒരു കോൺസ്റ്റിപ്പേഷനിലോട്ടും അതുവഴി പൈൽസ് ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. പൊതുവേ വാർദ്ധക്യത്തിലോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ മസിൽ വീക്ക്നെസ്സും ആ ഒരു ഏരിയയിലൊക്കെ ഉണ്ടാകുന്ന വീക്ക്നെസ്സും അവിടെ ഉണ്ടാകുന്ന സ്പിഞ്ചറിനൊക്കെ ഉണ്ടാകുന്ന വീക്ക്നെസ്സും നമുക്ക് കോൺസ്റ്റിപ്പേഷനിലോട്ട് നിൽക്കുകയും അതും ഇത് പറയുന്ന രീതിയിൽ പൈൽസിലോട്ട് പോകാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും. ഇനി ചില ആൾക്കാർ ചില മരുന്നുകൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുമ്പോൾ ഇപ്പം അയൺ ടാബ്ലറ്റ്സ് ഒക്കെ നീണ്ട അളവിൽ കഴിക്കുന്ന ആൾക്കാർക്കൊക്കെ കോൺസ്റ്റിപ്പേഷൻ വരികയും അതും പിന്നീട് പറയുന്ന രീതിയിൽ പൈൽസിലോട്ട് പോകാറുണ്ട്. അപ്പോൾ ഈ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ നമുക്കൊരു 3 മാസമായിട്ടേ തുടർച്ചയായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമേ ഒരു ഡോക്ടറെ കാണുകയാണെങ്കിൽ നമുക്ക് ഈ കോൺസ്റ്റിപ്പേഷനെ ഓവർകം ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അവർ പറയുന്ന മെഡിസിൻ പ്ലസ് നാച്ചുറൽ ടിപ്സ് വഴി കോൺസ്റ്റിപ്പേഷൻ നമുക്ക് ഓവർകം ചെയ്യാം, അല്ലെങ്കിൽ മലബന്ധം ഓവർകം ചെയ്യാം. ഈ മലബന്ധം ഓവർകം ചെയ്താൽ പിന്നീട് ഭാവിയിൽ ഒരിക്കലും നമുക്ക് പൈൽസിൻ്റെ പ്രശ്നം കാണാറില്ല. ചില കേസസിലൊക്കെ പ്രഗ്നൻസിയിൽ ആ ഒരു പീരീഡിൽ അവിടെ ഉണ്ടാകുന്ന ഒരു അബ്ഡോമിനൽ പ്രഷർ കൂടുന്നതിൻ്റെ ഭാഗമായിട്ടും പൈൽസ് പ്രസന്റ് ചെയ്യാറുണ്ട്. ചില ആൾക്കാർക്ക് അത് പ്രഗ്നൻസി കഴിയുന്നതോടെ കംപ്ലീറ്റ് ആയിട്ട് മാറാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പൈൽസ് ഉണ്ടാകാനുള്ളൊരു കാരണം. ഇനി ഈ പൈൽസിനെ പറ്റി സംസാരിക്കുമ്പോൾ ഇത് 2 ടൈപ്പ് ഉണ്ട്. ഇന്റേണൽ പൈൽസും ഉണ്ട്, എക്സ്റ്റേണൽ പൈൽസും ഉണ്ട്. ഇന്റേണൽ പൈൽസ് എന്ന് പറയുമ്പോൾ ആന്തരികമായിട്ട് കാണുന്നതാണ്. അപ്പം അത് ഒരു പ്രധാനമായി 4 കാറ്റഗറിയിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ 4 കാറ്റഗറി ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാറ്റഗറിയിൽ ആ ഒരു ഒന്നാമത്തെ ഗ്രേഡിൽ പറയുന്നത് പ്രത്യേകിച്ച് രോഗലക്ഷണങ്ങളൊന്നും പുറത്തേക്ക് കാണിക്കാത്ത വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കാത്ത ഒന്നാണ് ഗ്രേഡ് 1 പറയാം. ഇനി ഗ്രേഡ് 2 ആകുന്ന സമയത്ത് ഇത് നമ്മൾ മലമൂത്ര വിസർജന സമയത്തേക്ക് പുറന്തള്ളി വരികയും പിന്നീട് സ്വയമേ അത് ഉള്ളിലോട്ട് തന്നെ നമുക്ക് ആ ഒരു മലമൂത്ര വിസർജനം കഴിയുന്നതോടെ ഉള്ളിലേക്ക് കയറി പോകുന്നതാണ് 2ാമത്തെ ഗ്രേഡ്. ഇനി 3ാമത്തെ ഗ്രേഡിലേക്ക് വരുന്ന സമയത്ത് ഇത് മലമൂത്ര വിസർജന സമയത്തേക്ക് പുറത്തേക്ക് വന്നാൽ
നമ്മുടെ ഒരു എക്സ്റ്റേണൽ പ്രഷർ വഴി മാത്രമേ ഇത് ഉള്ളിലേക്ക് നമുക്ക് പുള്ള് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. ഇനി 4ാമത്തെ ഒരു ഗ്രേഡിൽ പറയുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് പുറത്തേക്ക് പ്രൊലാപ്സ് ചെയ്ത് കിടക്കുന്ന പൈൽസിനെയാണ് 4ാമത്തെ ഗ്രേഡിൽ പറയുന്നത്. ഇനി എക്സ്റ്റേണൽ പൈൽസ് അല്ലെങ്കിൽ ബാഹ്യമായ പൈൽസ് എന്ന് പറഞ്ഞാൽ സെന്റിനൽ പൈൽസ് എന്നൊക്കെ പറയുമ്പോൾ പുറത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ആ മലദ്വാരത്തിന് പുറത്ത് തന്നെ കാണുന്ന പൈൽസുകളാണ് നമ്മൾ എക്സ്റ്റേണൽ പൈൽസ് ആയിട്ട് പറയാറ്. ഇത് പൊതുവേ നമ്മൾ ഇതിൻ്റെ ലക്ഷണങ്ങളെ പറ്റി സംസാരിക്കുമ്പോൾ പല ആൾക്കാർക്കും അത് പല രീതിയിലായിരിക്കും പ്രസൻറ്റ് ചെയ്യാം. ചില ആൾക്കാർക്ക് അത് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കില്ല. ഈ പറഞ്ഞ രീതിയിൽ ചെറിയ ചെറിയ ഇറിറ്റേഷൻസ് ഒക്കെ കാണിക്കുമെങ്കിലും അത് അങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. ചില ആൾക്കാർക്ക് മലത്തോടൊപ്പം തന്നെ ഭയങ്കരമായിട്ട് ബ്ലീഡ് ചെയ്ത് പോകുന്ന കാണാറുണ്ട്. അങ്ങനെ സിവിയർ ആയിട്ടുള്ള ബ്ലീഡിങ് വരുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരുപാട് രക്തം നഷ്ടപ്പെടുകയും നമുക്ക് അനീമിയ അല്ലെങ്കിൽ വിളർച്ചയൊക്കെ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. അപ്പം അങ്ങനെയും പ്രസൻറ്റ് ചെയ്യുന്നവരുണ്ട്. ഇനി ഇതല്ലാതെ തന്നെ അമിതമായിട്ട് ആ ഒരു പ്രഷർ കൊടുക്കുമ്പോൾ ആ ഒരു ഏരിയയിൽ പൊട്ടൽ അല്ലെങ്കിൽ ഫിഷറും ഫിസ്റ്റുലയിലോട്ടും പോകാൻ ചാൻസ് ഉണ്ട്. ചില ആൾക്കാർക്ക് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്. അവർ ദൈനംദിന പ്രവർത്തനങ്ങളെ അത് ബാധിക്കുന്നുണ്ട്. പല ആൾക്കാരും ഇതൊരു മലദ്വാരവുമായി ബന്ധപ്പെട്ട് വരുന്ന രോഗങ്ങളായതുകൊണ്ട് ഡോക്ടറോട് പറയാതെ തന്നെ അവർ സ്വയം ചികിത്സിക്കാൻ നോക്കും. കുറേ പേരൊക്കെ അത് തുടങ്ങുന്ന സമയത്ത് ഉപ്പ് വെള്ളത്തിലൊക്കെ ഇരിക്കാൻ നോക്കും, അല്ലെങ്കിൽ അങ്ങനെ ചെറിയ ചൂടൊക്കെ വെച്ച് കൊടുക്കാൻ നോക്കും. അങ്ങനെ സ്വയം ചികിത്സിക്കാൻ വേണ്ടി നോക്കും. ഇതാണ് ഏറ്റവും മണ്ടത്തരമായിട്ട് പറയാൻ പറ്റുന്നത്. കാരണം സ്വയം ചികിത്സിക്കുന്ന സമയത്ത് കറക്റ്റായിട്ടൊരു ഡയഗ്നോസിസ് ഇല്ലാതെ നമ്മൾ ചികിത്സിക്കുന്ന സമയത്ത് അത് വേണ്ട ട്രീറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് പോവാതെ വരുന്നതിൻ്റെ ഭാഗമായിട്ട് പിന്നീട് പല കോംപ്ലിക്കേഷൻസിലോട്ട് പോകും. പെരിയേനൽ ത്രോംബോസിസ് പോലെയുള്ള കണ്ടീഷൻസിലോട്ടും ഹെവി ബ്ലീഡിങ്ങിലോട്ടും ഒക്കെ പോകും. ചില പേഷ്യൻസ് നമ്മുടെ അടുത്ത് വരുന്നത് ഈ ഒരു ബ്ലീഡിങ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ മാത്രമായിട്ടായിരിക്കില്ല. നമ്മുടെ അടുത്ത് വരുന്നത് ഭയങ്കരമായ ക്ഷീണമുണ്ട്, വീക്ക്നെസ് ഉണ്ട് എന്നൊക്കെ പറയാം. നമ്മൾ പേഷ്യൻറ്റിനെ കാണുന്ന സമയത്ത് തന്നെ അവർക്ക് വിളർച്ച ഉണ്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. പക്ഷേ ഈ വിളർച്ച എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നതെന്ന് അപ്പോഴും അവർ ഷെയർ ചെയ്യില്ല. പിന്നീട് നല്ലൊരു നീണ്ടു നിൽക്കുന്ന കേസ് ടേക്കിങ്ങിൻ്റെ അവസാനം മാത്രമാണ് ഈ ഒരു പൈൽസിൻ്റെ പ്രശ്നം നമ്മൾ തിരിച്ചറിയാൻ തന്നെ നിൽക്കാറ്. അപ്പം ഇങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നതാണ് നമുക്ക് ഈ പറയുന്ന രോഗങ്ങളിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഒരു ക്യൂർ കിട്ടാൻ ഏറ്റവും നല്ലൊരു വഴി. ഇനി നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സംസാരിക്കുന്നത് ഇതിൻ്റെ പൈൽസിൻ്റെ മാനേജ്മെൻറ്റ്. ഒരു 5 സ്റ്റെപ്പ് നമ്മൾ ഓർത്ത് വെക്കുക, അല്ലെങ്കിൽ 5 ടിപ്പ് നമ്മൾ ഓർത്ത് വെച്ചാൽ ഒരു പരിധി വരെ നമുക്ക് പൈൽസ് എന്നുള്ള രോഗം വരാതിരിക്കാൻ വേണ്ടി തടയാം. അപ്പോൾ ഒന്നാമതായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് നേരം ഇരുന്നിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പോൾ നമ്മൾ IT പ്രൊഫഷണൽസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഓഫീസ് ജോലിയൊക്കെ ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ, ഒരുപാട് നേരം കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് ജോലി ചെയ്യുന്നത്, ഇപ്പോൾ ഡ്രൈവർമാർ ഒക്കെ ആണെങ്കിൽ ആ ഒരു ഇടയിൽ ഒരു മണിക്കൂർ കൂടുമ്പോഴെങ്കിലും ഒരു 5 മിനിറ്റെങ്കിലും ഒരു ഗ്യാപ്പ് കൊടുക്കാൻ വേണ്ടി നോക്കുക. ആ ഒരു 5 മിനിറ്റ് നമുക്ക് ഒന്നെങ്കിലും ഒന്ന് നടക്കാൻ പോവുക, അല്ലെങ്കിൽ ജസ്റ്റ് നമ്മുടെ എണീറ്റ് നിന്നിട്ട് നമ്മുടെ നടുവിന് ഒരു ചെറിയ മൂവ്മെൻറ്റ്സ് കൊടുക്കുക. ഒന്ന് കുനിഞ്ഞ് നിവരുക, അല്ലെങ്കിൽ 2 സൈഡിലോടൊന്ന് ശരീരം ഫ്ലെക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് ആ ഒരു നടുവിൻ്റെ ആ ഒരു ഏരിയ, പെൽവിക് ഏരിയയിലേക്ക് ഉണ്ടാകുന്ന ബ്ലഡ് സപ്ലൈയും നെർവ് സപ്ലൈയും അല്ലെങ്കിൽ ആ ഒരു മസിൽസിനൊക്കെ കുറച്ചുകൂടി ഒരു മൂവ്മെൻറ്റ്സ് കൊടുക്കാൻ പറ്റും. അതുവഴി നമുക്ക് ആ ഒരു ഏരിയയിൽ കുറച്ചൊരു സ്ട്രെങ്തനിങ് കൊടുക്കുകയും അതുവഴി നമുക്ക് കുറച്ചുകൂടി കോൺസ്റ്റിപ്പേഷനൊക്കെ ഓവർകം ചെയ്യാം. അതുവഴി പൈൽസും നമുക്ക് ഓവർകം ചെയ്യാം. അതുപോലെ തന്നെ ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സുകൾ ഇടാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മൾ ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ഇടുന്ന സമയത്തും ഈ ഒരു പെൽവിക് ഏരിയയിൽ ഉണ്ടാകുന്ന ബ്ലഡ് സപ്ലൈ കുറയുകയും അവിടെ കറക്റ്റായിട്ട് സെൽസിനും നെർവ്സിനും ഒന്നും വർക്ക് ചെയ്യാൻ പറ്റാതെ വരികയും അതും ഈ പറയുന്ന ബുദ്ധിമുട്ടിലൂടെ തന്നെ പോവാറുണ്ട്. രണ്ടാമതായിട്ട് ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുക. ഒരു ദിവസം 25 മുതൽ 30 ഗ്രാം ഫൈബറെങ്കിലും നിങ്ങൾ കഴിച്ചിരിക്കണം. ഫൈബർ എന്ന് പറയുമ്പോൾ സോലബിൾ ഫൈബർ ഉണ്ട്, ഇൻസോലബിൾ ഫൈബർ ഉണ്ട്. ഈ സോലബിൾ ഫൈബർ നമ്മുടെ മലം കുറച്ചുകൂടെ സോഫ്റ്റ് ആക്കാൻ വേണ്ടി സഹായിക്കും. കൂടുതലും നട്ട്സിൽ അതുപോലെ തവിടോട് കൂടി ധാന്യങ്ങളിലൊക്കെ അടങ്ങിയിരിക്കുന്നത് സോലബിൾ ഫൈബേഴ്സ് ആണ്. ഇനി ഇൻസോലബിൾ ഫൈബേഴ്സ് കൂടുതലും പഴവർഗ്ഗങ്ങളിൽ, ഇലക്കറികളിൽ, പച്ചക്കറികളിലൊക്കെ കാണുന്നതാണ് ഇൻസോലബിൾ ഫൈബേഴ്സ്. അപ്പോൾ ഇൻസോലബിൾ ഫൈബേഴ്സ് ആണെങ്കിൽ നമുക്ക് ഈ നമ്മുടെ ശരീരത്തിലുണ്ടായ വേസ്റ്റ് മെറ്റീരിയൽ അല്ലെങ്കിൽ മലത്തിനെ പുറത്തേക്ക് പുറന്തള്ളാൻ സഹായിക്കുന്നവയാണ് ഇൻസോലബിൾ ഫൈബേഴ്സ്. ഏതുമായിക്കോട്ടെ ദിവസവും ഈ പറഞ്ഞ ഒരു അളവിലെങ്കിലും നിങ്ങൾ ഫൈബർ കഴിക്കുക. അത് മാത്രമല്ല കേട്ടോ, ഈ ഫൈബർ നമ്മുടെ ശരീരത്തിൽ ഒരു പ്രീബയോട്ടിക് ആയിട്ട്, നമ്മുടെ പ്രോബയോട്ടിലെ മൈക്രോ ഓർഗാനിസത്തിന് ഒരു ഭക്ഷണമായിട്ട് മാറുകയും അത് കുറച്ചുകൂടി ഓർഗാനിസംസ് വളരുകയും നമ്മുടെ ദഹനം കറക്റ്റായിട്ട് നടക്കുകയും അതോടൊപ്പം തന്നെ ഈ കറക്റ്റായിട്ട് നമ്മുടെ വേസ്റ്റ് മെറ്റീരിയലിലേക്ക് പുറത്തേക്ക് പുറന്തള്ളാനും സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. മാക്സിമം നമ്മളിപ്പം നോൺ വെജിറ്റേറിയൻ ഫുഡൊക്കെ കഴിക്കുന്ന ആൾക്കാരായിക്കോട്ടെ, എപ്പോഴും അതിൻ്റെ കൂടെ തന്നെ ഫൈബറോടെ കഴിക്കുക. ഇപ്പോൾ നമ്മൾ ചിക്കനൊക്കെ കഴിക്കുകയാണ്, ഇപ്പോൾ നമ്മൾ ഒരു ഏറ്റവും ഫേവറേറ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളികളുടെ പൊറോട്ടയും ബീഫും ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പൊറോട്ടയും ബീഫും കഴിക്കുകയാണെങ്കിൽ അതിനോടൊപ്പം തന്നെ ഒരു വലിയ ബൗളിൽ നിറച്ച് സാലഡ് കഴിക്കുക. എങ്കിലും നമുക്ക് ആ ഒരു പ്രശ്നം ഓവർകം ചെയ്യാം. അപ്പം നിങ്ങൾ അത് കഴിക്കുന്ന സമയത്ത് സവോള അല്ലെങ്കിൽ ക്യുക്കമ്പർ ഇതെല്ലാം കൂടെ കട്ട് ചെയ്ത് ഒരു ബൗൾ സാലഡ്, ഇതിനോടൊപ്പം തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ബൗൾ സാലഡിൻ്റെ കൂടെ കുറച്ച് സീഡ്സ് ഒക്കെ ആഡ് ചെയ്യാം, ഫ്ലാക്സ് സീഡോ ചിയ സീഡോ ഒക്കെ ആഡ് ചെയ്ത് കഴിക്കാം. അല്ലെങ്കിൽ ഇതൊക്കെ കഴിക്കുന്നതിന് മുൻപേ ആയിട്ട് നിങ്ങൾ എന്തെങ്കിലും ഫൈബർ കൂടുതലായിട്ട് കഴിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഹെൽത്തി ആയിട്ട് ഈ പൊറോട്ടനെയും ബീഫിനെയും മാറ്റിയിട്ട് ഈ പറയുന്ന അസുഖങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മോചനം കിട്ടുകയും ചെയ്യും. മൂന്നാമതായിട്ട് നല്ല രീതിയിൽ വെള്ളം കുടിക്കുക.
25 കിലോയ്ക്ക് 1 ലിറ്റർ എന്ന കണക്കിന് നമ്മുടെ ശരീരഭാരം നോക്കിയിട്ട് നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. ഇനിയിപ്പോൾ നമ്മുടെ അന്തരീക്ഷം കുറച്ചുകൂടെ ചൂടാണെങ്കിലോ അമിതമായിട്ട് വിയർക്കുന്നവരാണെങ്കിൽ അതിനനുസരിച്ച് തന്നെ വെള്ളം കൂടിയിട്ട് അളവ് കൂടി കൂട്ടുക. നല്ല രീതിയിൽ വെള്ളം കുടിച്ചാൽ മാത്രമേ നമ്മുടെ ആ ഒരു അബ്ഡോമൻ അല്ലെങ്കിൽ നമ്മുടെ ഗ്യാസ്ട്രിക് ഓർഗൻസിനൊക്കെ വേണ്ട രീതിയിൽ വെള്ളം ഹൈഡ്രേഷൻ ഉണ്ടാവുകയുള്ളൂ. കറക്റ്റായിട്ട് മലം പുറത്തേക്ക് പുറന്തള്ളാനും സഹായിക്കുകയുള്ളൂ. നാലാമതായിട്ട് ചിട്ടയോട് കൂടിയിട്ടുള്ള വ്യായാമം. ആഴ്ചയിൽ 5 ദിവസമെങ്കിലും അരമണിക്കൂറെങ്കിലും വ്യായാമത്തിനായിട്ട് മാറ്റിവെക്കുക. വ്യായാമം ചെയ്താൽ മാത്രമേ നമ്മുടെ ശരീരത്തിലെ എല്ലാ ഓർഗൻസിനും കറക്റ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മുടെ പെൽവിക് ഏരിയയിൽ ഉണ്ടാകുന്ന മസിൽസിനും അല്ലെങ്കിൽ ആ ഏരിയയിൽ ഉണ്ടാകുന്ന അബ്ഡോമിനൽ ഓർഗൻസിനും വേണ്ട രീതിയിൽ ഫംഗ്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് കറക്റ്റായിട്ട് വ്യായാമം ചെയ്യുക. ഏത് തരത്തിലുള്ള വ്യായാമങ്ങൾ നിങ്ങൾക്ക് ശീലിക്കാവുന്നതാണ്. ഇനി 5ാമത്, ഞാൻ നേരത്തെ തൊട്ട് മുൻപ് പറഞ്ഞ ജിമ്മിലൊക്കെ പോയിട്ട് എക്സസൈസ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അവർക്ക് വേണ്ടിയിട്ടുള്ള പോയിന്റാണ്. നമ്മൾ ജിമ്മിലൊക്കെ പോകുമ്പോൾ ഓവർ വെയിറ്റ് പൊക്കിയെടുക്കാതിരിക്കുക. നമ്മൾ ഒരുപാട് ട്രെയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓവർ വെയിറ്റ് ഒക്കെ പൊക്കിയെടുക്കുന്ന സമയത്ത് നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് വലിച്ചു പിടിച്ച് ഓവർ വെയിറ്റ് എടുക്കുമ്പോൾ നമ്മുടെ പെൽവിക് ഏരിയയ്ക്ക് കുറച്ചുകൂടെ പ്രഷർ കൂടുതലായിട്ട് വരികയും അതുകൊണ്ട് തന്നെ ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന കോൺസ്റ്റിപ്പേഷൻ ഒക്കെ ഉള്ള ആൾക്കാർക്ക് അത് പെട്ടെന്ന് തന്നെ പൈൽസിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ മാക്സിമം ഇങ്ങനത്തെ വെയിറ്റ് ലിഫ്റ്റിംഗ് എക്സസൈസുകളൊക്കെ ഒഴിവാക്കിയിട്ട് പകരം അവരുടെ ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്ന രീതിയിൽ വ്യായാമത്തിനെ മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ തന്നെ കൺസൾട്ട് ചെയ്യുക. ഇപ്പോൾ ഒരു മടിയും കൂടാതെ, ഇതൊരു ഏനോറെക്ടൽ കണ്ടീഷൻ ആണ് എന്ന് ഓർത്തൊരു മടി കൂടാതെ കറക്റ്റായിട്ട് നമ്മൾ ചികിത്സ നേടുകയാണെങ്കിൽ ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ മാത്രമാണ് പൈൽസ് എന്നുള്ളത്. ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി.